വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്മസ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത് 4 മണിക്കായിരുന്നു നമുക്ക് കുർബാനയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് 7 മണിയായി വീട്ടിലെത്തിയപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് വ്ളോഗ് ഇവിടുത്തെയും അതുപോലെ തന്നെ ജോബിൻ ചേട്ടൻ്റെ വീട്ടിലേയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്താൽ അങ്ങനെ നമ്മളിപ്പോൾ കണ്ടത് തലേ ദിവസത്തെ കരോൾ വന്നതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ 4:45 കുർബാന ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഞങ്ങളൊരു 4:50 ആയപ്പോൾ പള്ളിയിലെത്തി. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. കുർബാന കഴിഞ്ഞിട്ട് പള്ളിയിൽ പിന്നെ നല്ല രസത്തിലുള്ള കരോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ചെറുതായിട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് വായോട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പുൽക്കൂട് ഈ കൊല്ലത്തെ ക്രിസ്മസ് ട്രീയുടെയും ചെറിയൊരു ഷോർട്ട് വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ മൊത്തത്തിൽ കാണിച്ചു തരാം. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ആണ്. സോ നിങ്ങൾ കണ്ടിട്ട് അപ്പോൾ നമ്മൾ പള്ളി കഴിഞ്ഞ് വന്നിട്ടോ. ഇനി പപ്പ നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് കേക്കായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേളിലത്തെ നിലയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. താഴെയാണ് നമ്മുടെ മെയിൻ കിച്ചൺ. പക്ഷെ നമ്മൾ ഇപ്പോൾ തൊട്ട് മിക്ക സാധനങ്ങളും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മേളത്തെ ബാൽക്കണിയിലാണ് കേട്ടോ വന്ന് കുക്ക് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഇഷ്ടമാണ്. അതിനിട്ട് ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതുപോലെ ഇലയൊക്കെ ഇട്ട ശേഷം നന്നായിട്ട് പൊട്ടിത്തെറിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. ചിക്കൻ ഇഷ്ടമാണെങ്കിലും ബീഫ് ഇഷ്ടമാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കുരുമുളക് പൊടിയാണ്. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ ചേർത്ത വെജിറ്റബിൾസ് എന്ന് പറയുന്നത് പൊട്ടറ്റോ അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും അതുപോലെ തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഞാനിത് ചേർത്ത് കൊടുക്കും. തേങ്ങാപ്പാൽ പിഴിയാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാടൻ പശുവും പാലാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. പിന്നെ നമ്മൾ അതിനകത്ത് എക്സ്ട്രാ മുളക് പൊടി കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകുമാണ്. അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ചുകൂടെ
പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇഷ്ടം കൂടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ അപ്പാണ് കേട്ടോ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ അപ്പവും ചിക്കൻ ഇസ്റ്റും സെറ്റായിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഈ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഡെക്കോറാണ്. അപ്പോൾ ഞാൻ പിന്നെ അതായത് ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ വെള്ളയപ്പവും അതുപോലെ തന്നെ വെള്ളയപ്പം അല്ല കേട്ടോ, അപ്പാണ്. അപ്പവും അതുപോലെ തന്നെ ചിക്കൻ ഇസ്റ്റു കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഴിച്ചിട്ട് എങ്ങനെയും ടേസ്റ്റ് നോക്കാം കേട്ടോ. ആ ഗ്രേവി ഒക്കെ അപ്പത്തിന് മിക്സ് ആയതുള്ള നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പൈസി ഒന്നല്ല, നല്ല രസമുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓൾറെഡി കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് തന്നെ പിക്കുതാ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇപ്പോൾ രാവിലെ നമ്മൾ ക്രിസ്മസ് ഇവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഉച്ച കഴിഞ്ഞിട്ടാണ് ജോബിനാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അവിടെ തന്നെ നിന്നിട്ടാണ് ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് മിലിറ്ററി വണ്ടിയുടെ വിലക്കെടുത്തിട്ട് പൊളിച്ച് അങ്ങനെ നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്കിനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ജോബിൻ ചേട്ടൻ്റെ പപ്പയും മമ്മിയും അനിയനും അതുപോലെ തന്നെ പപ്പയുടെ പെങ്ങളും അവരുടെ ഫാമിലിയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ചിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. മോരുകറി, രണ്ടാമത്തെ ചൂര മീനാണ് കേട്ടോ വറ്റിച്ചത്, ചിക്കൻ റോസ്റ്റ്, പിന്നെ അതിൽ പോർക്കും കൂർക്കിയിട്ടതാണ്, പിന്നെ കട്ട്ലേറ്റ്, ഈന്തപ്പഴ അച്ചാറ്, പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ. ഇത്രയാണ് നമ്മുടെ ഐറ്റംസ്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ലഞ്ച് കഴിക്കാൻ തുടങ്ങി. ആദ്യം എന്താ ഇവരാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ആൻറ്റി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരും വന്നിട്ട് നമ്മളെല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോയോ? അങ്ങനെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും വൈൻ ടേസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. നമ്മൾ മുന്തിരി വൈനും അതുപോലെ തന്നെ പൈനാപ്പിൾ വൈനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ വൈകുന്നേരം ഇപ്പോൾ ജോബിനാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്രിസ്മസ് ഫ്രണ്ടിനെ എല്ലാവരും കൂടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഈ ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടിയ ശേഷം നമ്മളെല്ലാവരും ഫ്രണ്ടിനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ കേട്ടോ. നമ്മൾ ഈ കൊല്ലം വിചാരിച്ചു എന്തായാലും ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ എക്സ്ചേഞ്ച് ചെയ്ത് ഗിഫ്റ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാണ്. അതുകൊണ്ട് പിന്നെ പാട്ടും ഡാൻസും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഡാൻസൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണത്തിലാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ അതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അതിനിടയ്ക്ക് ജോബിൻ്റെ അനിയൻ്റെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ക്രിസ്മസ് ഇതാണ് ജോബിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ നമ്മുടെ ക്രിസ്മസിൻ്റെ അന്ന് തന്നെയാണ്. സോ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഡെയിലി വിശേഷങ്ങൾ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളിത് ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കാണുന്നുണ്ടാവുക. എനിവേ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ആമൂസും ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആമൂസ് നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്നുള്ളത് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും പാത്രങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. ബൈ ദ വേ അപ്പോൾ അത്രേ ഉള്ളൂ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.